ഗൈസ്, അപ്പോൾ നമ്മൾ ജമ്മുവിലാണുള്ളത്. നമ്മൾ കശ്മീർ ശ്രീനഗർ വിട്ടു, ഇപ്പോൾ ജമ്മുവിലാണുള്ളത്. നമ്മൾ ഇവിടുന്ന് നേരെ കസോളിലേക്ക് പോവാണ്. ജമ്മുന്ന് കസോളിലേക്ക് ബസ്സില്ല. അപ്പോൾ നമ്മൾ ജമ്മുന്ന് പത്താൻകോട്ട് പോകും. പത്താൻകോട്ടിൽ നിന്ന് നമ്മൾ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. സോ എക്സൈറ്റഡ് ടു ഗോ ടു കസോൾ. അപ്പോൾ പത്താൻകോട്ട് വരെ എത്താനുള്ള നമ്മുടെ സ്പേസ് ആണിത്. നീരം നോക്കിയേ, രണ്ടുപേര് കിടക്കേണ്ട സ്പേസ് ആണിത്. ഇത്രയേ ഉള്ളൂ. ഒരാൾക്ക് കിടക്കേണ്ട സ്പേസിൽ രണ്ടാൾക്ക്. ട്രെയിനിൽ ഇതിൽ വന്നോണ്ട് കുഴപ്പമില്ല. അതെ അതെ, ട്രെയിനിൽ സീറ്റ് ഇല്ലാണ്ട് വന്നോണ്ട് കുഴപ്പമില്ല. അതെ, പഞ്ചാബ്, പത്താൻകോട്ട് ഇൻ പഞ്ചാബ്, പഞ്ചാബിലെ സിറ്റിയാണ്. അപ്പൊ നമുക്ക് പോകുന്ന വഴിക്ക് പഞ്ചാബും കൂടി ഒന്ന് കേറിയിട്ട് പോകാം അല്ലേ തീരാ? പഞ്ചാബിലും കൂടി കാലുകുത്തിയിട്ട് നമുക്ക് നേരെ കസോളി പോവാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ എനിക്ക് ഇവിടുത്തെ തണുപ്പായിട്ട് തോന്നുന്നുണ്ടോ? അതെ, ശരിക്കും പറഞ്ഞാൽ -8 ഡിഗ്രി -7 ഡിഗ്രി ഒക്കെ ആയിരുന്നു ശ്രീനഗറിലെ ക്ലൈമറ്റ്. ഇപ്പൊ കൂളായിട്ടിരിക്കുന്നത്, ഗ്ലൗ ഒന്നും ഇടാതെ. ഇവിടെ ജമ്മുവിൽ വന്നപ്പോ നമുക്ക് വലിയ തണുപ്പും കാര്യങ്ങളൊന്നും തോന്നുന്നില്ല. പിന്നെ അവിടുന്ന് നല്ലൊരു ഹൈറ്റ് ഓൾട്ടിറ്റ്യൂഡിൽ നിന്ന് നമ്മൾ താഴെ ഇറങ്ങി, മേലേന്ന് താഴെ ഇറങ്ങിയോണ്ട് വലിയ തണുപ്പും കാര്യങ്ങളൊന്നും ഇല്ല. നല്ല കൂളായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. ശ്രീനഗർ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ റൂമിന്റെ അകത്ത് നിലത്ത് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്, സോക്സ് ഒക്കെ ഇട്ടിട്ടാണെങ്കിൽ കൂടെ. ഇവിടെ വന്നപ്പോഴത്തേക്കും നമ്മൾ ആ തണുപ്പിനോട് അഡാപ്റ്റായി. കാര്യമായിട്ട് തണുപ്പും കാര്യങ്ങളൊന്നുമില്ല. രാവിലെ പുലർച്ചെ 3 മണിയായപ്പോഴത്തേക്കും ഞങ്ങളിത് പത്താൻകോട്ട് എത്തി. സോ ഗൈസ്, അപ്പൊ ചെറിയൊരു പ്ലാൻ ചേഞ്ച് ഉണ്ട് അല്ലേ? ഇൻസ്റ്റന്റ് ആയിട്ടൊരു പ്ലാൻ ചേഞ്ച്. അതെ, പഞ്ചാബിൽ ഏതായാലും കാലുകുത്തി. അപ്പൊ പഞ്ചാബിന്റെ അമൃത്സറും കൂടി കണ്ടിട്ട് അവിടുത്തെ ആ ഗോൾഡൻ ടെമ്പിളും കൂടി കണ്ടിട്ട് നമുക്ക് കസോളിലേക്ക് പോകാന്നൊരു പ്ലാനായി. പഞ്ചാബിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അമൃത്സറിലെ ഗോൾഡൻ ടെമ്പിൾ തന്നെയാണ്. പത്താൻകോട്ടിൽ നിന്ന് അമൃത്സറിലേക്കുള്ള ദൂരം ഏകദേശം 115 കിലോമീറ്റർ ആണ്. ഈ ഒരു യാത്രയ്ക്ക് വേണ്ടി ഞങ്ങൾ ചൂസ് ചെയ്തത് അവിടുത്തെ ലോക്കൽ ബസ്സാണ്. പഞ്ചാബ് റോഡ്വേസിന്റെ ലോക്കൽ ബസ്സിൽ കുത്തിക്കുലുങ്ങി അങ്ങനെ രാവിലെ 6:30 കൂടി ഞങ്ങൾ അമൃത്സർ സിറ്റിയിൽ റീച്ചായി. ഇതാണ് അമൃത്സർ സിറ്റി. സോ ഇതിൻ്റെ അകത്ത് അവിടെ ആ ബസ് സ്റ്റാൻഡ് ആണ്. ആൻഡ് ദിസ് ഈസ് ദ സിറ്റി. ഫുള്ള് ഫോഗാണ്. അങ്ങനെ ബസ് സ്റ്റാൻഡിന്റെ സൈഡിലുള്ള ഒരു കടയിൽ നിന്ന് എല്ലാവരും ഓരോ ചായയൊക്കെ കുടിച്ചു ഗോൾഡൻ ടെമ്പിൾ പോവാണ്. അതെ, ഗോൾഡൻ ടെമ്പിൾ നമ്മൾ ഓട്ടോയിലാണ് പോകുന്നത്. ഭയ്യ, നമ്മൾ ഓട്ടോ ബസ് സ്റ്റാൻഡിൽ നിന്ന് 1.5 കിലോമീറ്റർ മാറിയാണ് ഗോൾഡൻ ടെമ്പിൾ ഉള്ളത്. 100 രൂപയ്ക്ക് ഒരു ഓട്ടോ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മളെ ഗേറ്റിന്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യും. ചെന്നിറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ കണ്ട കാഴ്ച ദ ഗ്രേറ്റ് റൂളർ മഹാരാജ രഞ്ജിത് സിംഗിന്റെ ഒരു വലിയ സ്റ്റാറ്റ്യൂ. ഒരു 10-30 അടി പൊക്കമുള്ള ഒരു പെഡസ്റ്റലിന്റെ മുകളിലാണ് അദ്ദേഹം ഇങ്ങനെ കുതിരപ്പുറത്ത് വാള് പിടിച്ച് നിൽക്കുന്ന ഈ സ്റ്റാറ്റ്യൂ ഉള്ളത്. നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ഒരു കാഴ്ച കാണാനായിട്ട്. മെയിൻ ഗേറ്റിൻ്റെ അവിടെ ഇറങ്ങി കുറച്ച് ദൂരം നടന്നിട്ട് വേണം നമുക്ക് ഗോൾഡൻ ടെമ്പിളിൽ എത്താനായിട്ട്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഫീൽ ഗുഡ് ആംബിയൻസ് തന്ന ഒരു സ്ഥലമാണിത്. ഇവിടുത്തെ ഈ വാം ലൈറ്റിങ്ങും പിന്നെ അതുപോലെ ടെമ്പിളിൽ പ്ലേ ചെയ്യുന്ന സോങ് നമുക്ക് പോകുന്ന വഴിയിലുടനീളം കേൾക്കാനായിട്ട് പറ്റും. ടെമ്പിളിൽ കയറുന്നതിന് മുമ്പായിട്ട് നമ്മൾ തല കവർ ചെയ്തിട്ട് വേണം കയറാനായിട്ട്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലത്തെ സ്കാർഫുകൾ അവൈലബിൾ ആണ്. അടിപൊളി. അങ്ങനെ തലയിൽ സ്കാർഫൊക്കെ കിട്ടി നമ്മളിതേ ഗോൾഡൻ ടെമ്പിളിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ആ കാണുന്നതാണ് ടെമ്പിളിലേക്കുള്ള മെയിൻ എൻട്രൻസ്. ഏർലി മോർണിംഗ് എത്തിയോണ്ട് തന്നെ ഈ ഒരു ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണാനായിട്ട് പറ്റി. അതുപോലെ തന്നെ ക്രൗഡ് ഭയങ്കര കുറവായിരുന്നു. ആളുകളൊക്കെ ടെമ്പിളിലേക്ക് വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ കാണുന്ന എൻട്രൻസിന്റെ ഉള്ളിലൂടെ കയറി കഴിയുമ്പോൾ വലിയൊരു കുളമാണ്. ആ കുളത്തിന്റെ നടുക്കാണ് ഗോൾഡൻ ടെമ്പിൾ ഉള്ളത്. ഇവിടെ എൻട്രൻസിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മൾ ഷൂ ഒക്കെ ഇവിടെ വെച്ചു. പിന്നെ അതുപോലെ തന്നെ ബാഗും സേഫ് ആക്കിയിട്ട് വെച്ചു. നമുക്ക് ടോക്കൺ കിട്ടി. ഇവിടെ എൻ്റർ ആവുന്നതിന് മുന്നേ നമുക്ക് കൈയും കാലൊക്കെ കഴുകിയിട്ട് വേണം അകത്തേക്ക് പോകാൻ.
ഗോൾഡൻ ടെമ്പിളിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ തലയിൽ കെട്ടിയ സ്കാർഫ് നമ്മൾ പുറത്തിറങ്ങുന്നത് വരെ ഊരാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ നമുക്ക് അവിടെ കുളിക്കാനുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ പോയിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ തണുത്ത വെള്ളത്തിൽ മുങ്ങി കുളിച്ചിട്ട് കയറാൻ പറ്റും. ഞാനൊരു കാര്യം വേണ്ടേ, കുളിച്ചു കഴിഞ്ഞപ്പോ ഇല്ലേ മോനെ, പോസിറ്റിവിറ്റി, നെക്സ്റ്റ് ലെവൽ പോസിറ്റിവിറ്റി, അടിപൊളി. ഇതൊരു കിടിലൻ എക്സ്പീരിയൻസ് തന്നെയാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി, ഒരു രക്ഷയില്ല. അങ്ങനെ നേരം വെളുക്കുന്നത് വരെ ഗോൾഡൻ ടെമ്പിളിൽ സ്പെൻഡ് ചെയ്തതിനു ശേഷം ഞങ്ങൾ പുറത്തിറങ്ങി. പഞ്ചാബിൽ വന്നു കഴിഞ്ഞാൽ കട വാങ്ങിക്കാണ്ട് എങ്ങനെയാ തിരിച്ചു പോകുന്നത്. പണ്ട് പോണ്ടിച്ചേരിയുള്ള എൻ്റെ കൂട്ടുകാരൻ ഭൂപതി ഗിഫ്റ്റ് ചെയ്തൊരു കടയുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ, അതെവിടെയോ മിസ്സായി പോയി. അപ്പം ഞാൻ അതുപോലെ തന്നെ സെയിം ഒരെണ്ണം തിരഞ്ഞെടുത്തിട്ട് വാങ്ങിച്ചു. പിന്നെ നൻപൻ വിഷ്ണു മുരളി കുറച്ചു കാലമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ കട്ടിയുള്ള നല്ല കനത്തിലുള്ള ഒരു പഞ്ചാബി കടയ്ക്ക് വേണ്ടിയിട്ട്. പഞ്ചാബിൽ വന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് പഞ്ചാബി കടയൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു. രാവിലെ ആയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിൽ ക്രൗഡും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ടെമ്പിളിലേക്ക്. നമ്മൾ നേരത്തെ വന്നിറങ്ങിയപ്പോൾ ഈ കാണുന്ന വഴിയിലൊന്നും ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം ഭയങ്കരമായിട്ട് ക്രൗഡ് ഇങ്ങനെ ടെമ്പിൾ ലക്ഷ്യമാക്കിയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗോൾഡൻ ടെമ്പിൾ എപ്പോഴും വിസിറ്റ് ചെയ്യാൻ ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഏർലി മോർണിംഗ് തന്നെയാണ്. അതായത് ലൈറ്റൊക്കെ വന്ന് തുടങ്ങുന്നതിന് മുന്നേ തന്നെ വിസിറ്റ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആ ബ്യൂട്ടി കറക്റ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പൂരിയും പിന്നെ ചോലയും, പൂരി ചോല. അങ്ങനെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങൾ അമൃത്സർ വിടാനുള്ള പ്ലാനിലാണ്. അമൃത്സറിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് സംഭവങ്ങൾ കാണാനായിട്ടുണ്ട്. മഹാരാജ രഞ്ജിത് സിംഗ് മ്യൂസിയം, ജാലിയൻ വാലാബാഗ്, അതുപോലെ തന്നെ ഗോബിന്ദർ ഫോർട്ട്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് അമൃത്സറിൽ വന്നു കഴിഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും. ഇവിടുന്ന് കസോളിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അത് ഒരുപാട് ടൈം എടുക്കുന്ന ഒരു ജേർണി ആയതുകൊണ്ട് തന്നെ കൂടുതൽ സമയമൊന്നും ഞങ്ങൾ അമൃത്സറിൽ സ്പെൻഡ് ചെയ്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് പഞ്ചാബിലെ ഗോൾഡൻ ടെമ്പിളിലെയും അതുപോലെ തന്നെ അമൃത്സറിലെയും കാഴ്ചകൾ. ഈ ഒരു വ്ളോഗ് ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പം നമുക്ക് എന്തായാലും കസോളിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കൂടി കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ. ഇറ്റ്സ് മീ ജിജോ സൈനിങ് ഓഫ്. ബൈ.